അപ്പോൾ അങ്ങനെ ഗായ്സ് നമുക്ക് ഒരുമിച്ച് ബ്ലെൻഡർ പഠിക്കല്ലേ. സോ വെൽക്കം ടു FX Senpai. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യുന്നത് ബ്ലെൻഡറിലെ ബാക്കിയൊരു നോർമലി കണ്ടുവരുന്ന കാര്യങ്ങളാണ്. എല്ലാ സോഫ്റ്റ്വെയറിലും കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഫയൽ, എഡിറ്റ്, വിൻഡോസ് ഒക്കെ. അത് ബ്ലെൻഡറിൽ എന്തൊക്കെയാണ് അതിൽ ചേഞ്ചസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടോപ്പ് ലെഫ്റ്റ് പോവാം. അതാണ് ഫയൽ. ഫയലിൽ എന്തൊക്കെയാണ്? ഫയൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ന്യൂ. എല്ലാ ലൈക്ക് ഫോട്ടോഷോപ്പും ആഫ്റ്റർ എഫക്ട്സ് ആയാലും എല്ലാം വരുന്നൊരു സെയിം ഷോർട്ട് കട്ടാണ് Ctrl+N. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത വർക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ Ctrl+O. ആൻഡ് നോർമലി സേവ് ആക്കണമെങ്കിൽ Ctrl+S. ഏകദേശം എല്ലാ ലൈക്ക് ഷോർട്ട് കട്ട്സൊക്കെ സെയിം ആണ് കേട്ടോ. ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റുകൾ കണ്ടോ. ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈക്ക് ഓൾറെഡി 3D ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ബ്ലെൻഡറിലേക്ക്. മേ ബി പെയ്ഡും ഉണ്ടാവും, ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, ബ്ലെൻഡറിൽ 3D മോഡലിംഗ് ചെയ്തിട്ട് എന്താക്കുക, സൈറ്റിൽ പോയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. അതിനാണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്ഷൻസൊക്കെ. പൊതുവെ കണ്ടുവരുന്ന ഫോർമാറ്റ്സ് ആണ് വേവ് ഫ്രണ്ട് ഉണ്ട്, OBJ ആൻഡ് FBX ഉണ്ട്, NGLB ഉണ്ട്. ഇതൊക്കെ ലൈക്ക് ഒരു ഫേമസ് ഫോർമാറ്റ്സുകളാണ്. പിന്നെ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് പാക്ക് റിസോഴ്സസ്. പാക്ക് റിസോഴ്സസ് പറഞ്ഞാൽ നമുക്കൊരു 3D ഒബ്ജക്റ്റുകൾ, 3D ക്യാരക്ടറുകൾ ഡിസൈൻ ചെയ്തു ആ 3D ക്യാരക്ടറുകൾ മോഡൽ ചെയ്ത ശേഷം ഒരു ആനിമേറ്റർക്ക് അയച്ചു കൊടുക്കുക വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ പറഞ്ഞാൽ ആനിമേഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇത് ആനിമേഷൻ ചെയ്ത് നമ്മൾ ചെയ്ത കറക്റ്റ് മെറ്റീരിയൽസും ടെക്സ്ചറൊന്നും നഷ്ടപ്പെടാണ്ട് എന്താക്കുക, ആ ആനിമേറ്റർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഈ പാക്ക് റിസോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് അയാൾക്ക് കിട്ടിക്കോളും. ഒരു വൃത്തിയായിട്ട് പാക്കായിട്ട് ലൈക്ക് ഓരോ ടെക്സ്ചറും ഈ മെറ്റീരിയൽ മിസ്സാവേണ്ട കിട്ടും. അപ്പോൾ മാക്സിമം എന്താക്കുക, നിങ്ങൾ ലൈക്ക് ഈ പ്രോജക്ട്സ് അയക്കുമ്പോൾ പാക്ക് റിസോഴ്സസ് ചെയ്യുക. ഓക്കെ. ആൻഡ് അടുത്താണ് എഡിറ്റ്. എഡിറ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിഫറൻസസ്. പ്രിഫറൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആഡ് ഓൺസ്. കാരണം ബ്ലെൻഡർ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, കുറേ ആഡ് ഓൺസുകളുണ്ട്. നമുക്ക് പെയ്ഡ് ആഡ് ഓൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കുറേ ആഡ് ഓൺസ് ഉണ്ട്. ആൻഡ് ആഡ് ഓൺസ് ലൈക്ക് നിങ്ങളിപ്പോൾ ട്യൂട്ടോറിയലൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ ചില ആഡ് ഓൺസ് കാണണമെന്നില്ല, ലൈക്ക് ഒരു യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് മിക്കവാറും ഇതിലേതെങ്കിലും ആഡ് ഓണുകൾ ഓണാക്കാത്തതുകൊണ്ടാണ്. ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഫേമസ് ആഡ് ഓൺ പറഞ്ഞുതരാം, നോട്ട് റാംഗ്ലർ. ഈ നോട്ട് റാംഗ്ലർ യൂസ് ചെയ്യുന്നത് ജിയോമെട്രിക് നോട്ട്സ് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ പെട്ടെന്ന് ടെക്സ്ചറൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള സംഭവമാണ് നോട്ട് റാംഗ്ലർ. ആൻഡ് ഇതൊക്കെ ഇവിടെയാണ് എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട് എന്താക്കുക, പ്രിഫറൻസിൽ വരിക, ആഡ് ഓൺസിൽ പോവുക, എനേബിൾ ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്താക്കുക, ഇതിൻ്റെ വ്യൂ പോർട്സിൻ്റെ ഇൻ്റർഫേസിൻ്റെ കളറുകൾ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സ്പ്ലാഷ് സ്ക്രീൻ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നോർമലി അതുപോലെ തന്നെ ഈ ഷോർട്ട് കട്ട്സുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒക്കെ എഡിറ്റിലാണ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആഡ് ഓൺസ് ഒക്കെ എനേബിൾ ചെയ്തിട്ട് ഫൈനലി ഇത് ഇവിടെ വന്നിട്ട് ഹാംബർഗർ മെനു വന്നല്ലേ, അവിടെ കണ്ടിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്തില്ലേ പിന്നെ നമുക്ക് ലൈക്ക് പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ ഇത് പിന്നെ എനേബിൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഓട്ടോ സേവ് പ്രിഫറൻസ് ഓപ്പൺ ആക്കിക്കുക, ലൈക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണുന്നതാണ് റെൻഡർ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. റെൻഡർ പറഞ്ഞാൽ നിങ്ങൾ ആനിമേഷൻ്റെ അല്ലെങ്കിൽ ചെയ്ത വർക്കിൻ്റെ ഔട്ട് എടുക്കുന്ന പരിപാടിയാണ്. അതിന് ഷോർട്ട് കട്ട് ബ്ലെൻഡറിൽ വരുന്ന F12 ആണ്. Ctrl F12 അടിച്ചാൽ ആനിമേഷൻ റെൻഡറായി കിട്ടും. വെറും F12 ആണെങ്കിൽ ഒരു ഇമേജ് മാത്രമായിട്ടും റെൻഡറായി കിട്ടും. ആൻഡ് നെക്സ്റ്റ് ആണ് വിൻഡോ. വിൻഡോയിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഇതാ ഷോർട്ട് കട്ടാണ് ടോഗിൾ വിൻഡോ ഫുൾ സ്ക്രീൻ. വിൻഡോയിൽ വരിക, ടോഗിൾ വിൻഡോ ഫുൾ സ്ക്രീനിൽ കിട്ടും. നിങ്ങളെ ബ്ലെൻഡർ എന്താക്കുക, ലാപ്ടോപ്പിന് സ്ക്രീൻ മൊത്തം നിങ്ങൾക്ക് ഫിക്സ് ആയി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എന്താക്കുക നമ്മൾ നോർമലി കണ്ടുവരുന്ന എല്ലാ സോഫ്റ്റ്വെയറിലും അതേ സെറ്റിങ്സ് തന്നെയാണ്. പിന്നെ 3D സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഞാൻ അടുത്ത നമുക്ക് നോക്കാനുള്ളത് വെച്ചാൽ ഈ സെലക്ഷൻസാണ്. ഞാൻ അടുത്ത ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ഐക്കൺസ് ആണ്. അപ്പോൾ ഈ ഐക്കൺസ് നമുക്ക് കാണുമ്പോൾ ഡൗട്ട് ഉണ്ടാവും എന്തായിരിക്കും സംഭവം. ഇത് ജസ്റ്റ് ഒന്നുമില്ല, സെലക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ സെലക്ഷൻസ് ഉണ്ട് നോക്കാം. സെലക്ഷൻ നിലവിൽ ഇതാ 3 ടൈപ്പാണ് ഇവിടെ ഉള്ളത്. സെലക്ട് ബോക്സ് ഉണ്ട്, സെലക്ട് സർക്കിൾ ഉണ്ട്, സെലക്ട് ലാസോ ഉണ്ട്. സെലക്ട് ബോക്സ് എന്താണെന്ന് നോക്കാം. സെലക്ട് ബോക്സ് ആണ്, ഇങ്ങനെ ഒരു ബോക്സാണ് വരിക. ജസ്റ്റ് ഉണ്ടോ ഒരു ബോക്സ്, ആ ബോക്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു അതൊക്കെ സെലക്ട് ആവും. കേട്ടോ, അപ്പോൾ ഇവിടെ ചെറിയ ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ചെറിയ ബോക്സിൽ വന്ന് 2 സ്ക്വയേഴ്സാണ്, ആ സ്ക്വയേഴ്സ് മാത്രമാണ് സെലക്ട് ആയത്. ഇനി അതപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ക്യാമറയും ലൈറ്റും മാത്രമാണ് സെലക്ട് ആയത്.
അതാണ് സെലക്ട് ബോക്സ്. ഇനി സെലക്ട് സർക്കിൾ എന്താ നോക്കാം. സെലക്ട് സർക്കിൾ പറഞ്ഞാൽ ഇങ്ങനെ സർക്കിളായിരിക്കും ഉണ്ടാവുക. ആ സർക്കിളിനുള്ളിൽ എന്താ വരുന്നത് അതാണ് സെലക്ട് ആവുക. കണ്ടോ, ആ സർക്കിളിൻ്റെ നമുക്ക് റേഡിയസ് ഇവിടെ കൂട്ടാൻ പറ്റും അല്ലേ. വലിയ സർക്കിളാണ് വലിയ സർക്കിൾ. ഇനി ചെറുതാക്കുകയാണെങ്കിൽ ആ ചെറിയ സർക്കിൾ എന്താണുള്ളത്, ആ ചെറിയ സർക്കിളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ആവുള്ളൂ. അപ്പോൾ ഇതേ സംഭവം ഇത് ഒബ്ജക്റ്റ് മോഡിലാണെങ്കിൽ ഡിഫറൻസ് പറഞ്ഞാൽ എഡിറ്റിലും സെയിം സംഭവം നടക്കും കേട്ടോ. എഡിറ്റിൽ കാണിച്ചാൽ കേട്ടോ. എഡിറ്റ് മോഡ് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതാ തൽക്കാലം ഈ സ്ക്വയർ സെലക്ട് ചെയ്തു. ഇനി എന്താക്കി എഡിറ്റ് മോഡ് പോയി നമുക്ക് നേരത്തെ ഇപ്പോൾ സർക്കിൾ വെച്ചിട്ട് ഓരോ ഈ വേർട്ടെക്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി കണ്ടോ. ഈ സർക്കിൾ എവിടെയാണുള്ളത് അത്രയും വേർട്ടെക്സുകളായി സെലക്ട് ആവും. മറ്റേ ഒബ്ജക്റ്റ് മോഡിലാണ് മൊത്തത്തിൽ സെലക്ട് ആവുകയാണെങ്കിൽ ഈ എഡിറ്റ് മോഡിൽ എന്താണ് വേർട്ടെക്സുകൾ മാത്രം സെലക്ട് ആവുക. അപ്പോൾ സെയിം സെലക്ഷൻ മോഡ്സ് എന്താക്കുക, എഡിറ്റ് മോഡിലും നടക്കും ഒബ്ജക്റ്റ് മോഡിലും നടക്കും. ഓക്കെ, ഇനി അടുത്ത സെലക്ഷനാണ് ലാസോ. ലാസോ പറഞ്ഞാൽ നമുക്ക് എന്താക്കുക, ചിലപ്പോൾ ഈ സർക്കിളും ബോക്സിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഇത് പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ എഡിറ്റ് മോഡ് പോകുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. എന്തൊക്കെയാണ് ലാസോ എടുത്താലേക്ക് ഈ പോയിൻ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ട് എനിക്ക് എടുത്ത പോയിൻ്റ് ഇതാ താഴത്തെ ഈ കോർണറാണ് എനിക്ക് എടുക്കേണ്ടത്. ഈ 2 കോർണർ മാത്രം കിട്ടി, ബാക്കിയൊന്നും എനിക്ക് സെലക്ട് ആക്കേണ്ടി വന്നില്ല. ഇതാണ് ലാസോ സെലക്ഷൻ്റെ ബെനിഫിറ്റ് പറഞ്ഞത്. ഈ ബോക്സ് ആണെങ്കിൽ പ്രശ്നം വെച്ചാൽ നമ്മൾ അറിയാണ്ട് വേണ്ടാത്തതൊക്കെ സെലക്ട് ആയിപ്പോകും. അതേപോലെ ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണമെങ്കിൽ എന്താക്കണം, നമുക്ക് ഏറ്റവും നല്ലത് ലാസോ ആണ്. ഓക്കെ, ലാസോ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്ക് വേണ്ട പോയിൻറ്റ്സ് മാത്രം സെലക്ട് ആക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് സെലക്ഷൻസ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. തൽക്കാലം ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇതാണ് സെലക്ഷൻ്റെ മോഡുകൾ. ഫസ്റ്റ് ഇതാണ് നോർമൽ സെലക്ഷനാണ്. ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് ബൗണ്ടിങ് ബോക്സ് എടുത്തു കണ്ടോ. ആ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് അത് മാത്രമാണ് സെലക്ട് ആക്കുന്നത് കണ്ടോ. ഞാൻ അതിൻ്റെ നെക്സ്റ്റാണ് എക്സ്റ്റെൻഡ്. നോർമലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്താലേ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് എക്സ്റ്റെൻഡ് ആക്കുകയാണ് ബെനിഫിറ്റ് പറഞ്ഞാൽ ഇതാ ജസ്റ്റ് അത് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ടത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പൊതുവെ ഷിഫ്റ്റ് കൊടുക്കണേന് ഇതിവിടെ ഷിഫ്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് എക്സ്റ്റെൻഡ് മോഡിലാണ്. അതാണ് വ്യത്യാസം. ഓക്കെ ഗൈസ്, ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളതാണ് സബ്ട്രാക്ട്. അപ്പോൾ എന്താ സബ്ട്രാക്ട് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളും സെലക്ട് ചെയ്തു. ഫുള്ള് സെലക്ട് ചെയ്തപ്പോൾ എന്താക്കുക, ഞാൻ വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ ഇതിൽ ക്യാമറയും ലൈറ്റും വേണ്ടിയിരുന്നു. അപ്പോൾ എന്താക്കി, സബ്ട്രാക്ട് മോഡ് എടുത്ത് സെലക്ഷനിൽ സബ്ട്രാക്ട് മോഡ് എടുത്ത് ജസ്റ്റ് എന്താക്കുക, ആ ക്യാമറയും ലൈറ്റും സെലക്ട് ചെയ്താൽ അത് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാം സെലക്ട് ചെയ്തു. അപ്പോൾ വേണ്ട സാധനം മാത്രം ഒഴിവാക്കണം. എന്താക്കുക, ഈ മോഡ് സെലക്ട്. അപ്പം നേരത്തെ നമ്മൾ സബ്ട്രാക്ട് മോഡ് നോക്കി. ഇനി എന്താണ് ഡിഫറൻസ് മോഡ് നോക്കുക. അപ്പോൾ സെലക്ഷനിൽ ഡിഫറൻസ് മോഡാണ് നേരത്തെ നോക്കാൻ പോകുന്നത്. അപ്പം മൊത്തം സെലക്ട് ചെയ്ത് വേറെ സാമ്പിൾ കാണിച്ചാൽ ഞാൻ തൽക്കാലം ഈ ക്യാമറ വെച്ച് ബാക്കിയൊക്കെ സെലക്ട് ചെയ്തു. ഞാൻ ശേഷം ഡിഫറൻസ് മോഡ് എടുത്തിട്ട് ഒന്നും കൂടി എടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോ, ക്യാമറ മാത്രം സെലക്ട് ആയി. വേറൊരു സാമ്പിളോട് കാണിച്ചാൽ ഞാൻ അപ്പോൾ ഇതിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ലൈറ്റ് വെച്ച് ബാക്കിയൊക്കെ സെലക്ട് ആക്കി. ഇനി എന്താക്കി, ഒന്നും കൂടി മൊത്തത്തിൽ സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, നേരത്തെ ഒഴിവാക്കിയതായിരുന്നു ലൈറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താക്കുമ്പോൾ വേണ്ടത് മാത്രം ഇങ്ങനെ സ്പെസിഫിക് ആയി സെലക്ട് ചെയ്യണമെങ്കിൽ എന്താക്കുക, ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ സിമ്പിളായി തോന്നുമെങ്കിലും വലിയ കോംപ്ലക്സ് വർക്കുകളൊക്കെ വരുമ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഓക്കെ ദെൻ അപ്പോൾ ലാസ്റ്റ് സെലക്ഷൻ മോഡ് നോക്കാം. അതാണ് ഇൻ്റർസെക്റ്റ്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്താക്കി, ആദ്യം മൊത്തം സെലക്ട് ചെയ്ത് നോർമലി അതിന് ശേഷം ഇൻ്റർസെക്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, ഇൻ്റർസെക്റ്റ് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള സെലക്ഷൻ നിങ്ങൾ എന്താക്കുക, സെലക്ഷൻ ഒഴിവാക്കി കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഒന്നുകൂടി കാണിച്ചാൽ ആദ്യം എന്താക്കി, നോർമലി എല്ലാം സെലക്ട് ചെയ്ത് ഇനി എന്താക്കുക, ഏത് യൂസ് ചെയ്യുക, ഇൻ്റർസെക്റ്റ് മോഡ് യൂസ് ചെയ്യാണ്. ആദ്യം ഒരു സെലക്ഷൻ കൊടുത്തു കണ്ടോ, ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാം സെലക്ഷൻ. അല്ല കണ്ടോ, അപ്പോൾ ഇതും എന്താക്കുക, ഒരു ടൈപ്പ് ഓഫ് സെലക്ഷനാണ്.
പൊതുവേ ഉള്ള സെലക്ഷൻസ് ഏതൊക്കെയാണ്? നോർമൽ സെലക്ഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്, സബ്ട്രാക്റ്റ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, ഇൻ്റർസെക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്ന സെലക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, കമൻസിൽ ഷെയർ ചെയ്യട്ടോ, എനിക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ട് എന്താക്കുക, ഉറപ്പായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ സീ യു സൂൺ. താങ്ക് യു.